വസ്തുത പരിശോധിച്ചാൽ ഈ സെബി അധികാരികൾക്ക് മുൻപാകെയും കാര്യങ്ങൾ സുതാര്യമായി അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ആഴിവരെ അളന്നു തൂക്കി അദാനിമാർക്ക് നൽകാമെന്ന മിഷനുമായാണോ വി.ഡി. സതീശൻ അധികാരമേറ്റെടുത്തത്? സതീശൻ സർക്കാരിൻ്റെ പൂതി എന്തെന്ന് ഭരണത്തിലേറി 2 മാസം പൂർത്തിയാകും മുൻപ് തിരിച്ചറിയുന്നിടത്ത് വലിയൊരു കൊള്ളയുടെ തിരക്കഥ കൂടി തെളിഞ്ഞു വരുന്നു. മിഷൻ സമുദ്രയും വിഴിഞ്ഞത്തെ 20,000 കോടിയുടെ സ്വകാര്യ നിക്ഷേപ പ്രഖ്യാപനവും തുറമുഖവും ധനവും നിയമവകുപ്പുമെല്ലാം കൈയടക്കി വച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? കേരളം എഴുതി നൽകാമെന്ന് ഉറപ്പു നൽകിയ വലിയൊരു ഡീലാണോ മംഗലാപുരത്ത് നടന്നത്? സംശയങ്ങളായി തന്നെ നിലനിൽക്കുമ്പോഴാണ് ദുരൂഹതകളുടെ ആഴം വർദ്ധിക്കുന്നത്. കരിമണലും തുറമുഖവും എന്നുവേണ്ട സംസ്ഥാനത്തിൻ്റെ പൊതുസ്വത്തെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ വേണ്ടിയാണോ വി.ഡി. സതീശൻ ഭരണയന്ത്രം കൈയാളുന്നത്? 3.5 കോടി മലയാളികൾക്ക് വേണ്ടിയാണോ അതോ മുച്ചൂടും വിഴുങ്ങുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണോ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അദാനി കമ്പനി നടത്തിയ വഴിവിട്ട നീക്കങ്ങളെ അതൃപ്തി എന്ന കണ്ണിൽ പൊടിയിടൽ വാക്കുകൊണ്ട് മറയ്ക്കാനാകില്ല. വൻകൊള്ളയ്ക്ക് കൂട്ടുനിന്നയാളെന്ന നിലയിലാണ് ഇപ്പോൾ താങ്കളുടെ ഇമേജ്. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി താങ്കളിപ്പോൾ കേരളത്തിന് മുന്നിൽ നാണം കെട്ടി നിൽക്കുകയാണ്. കേരളം താങ്കളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില മറുപടികളുണ്ട്, വ്യക്തവും കൃത്യവുമായ മറുപടികൾ. താങ്കളുടെ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗ്രഹിക്കുന്നതല്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവം. ന്യൂസ് ആൻഡ് ന്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വി.ഡിയുടെ ഭരണം ആർക്കു വേണ്ടി? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് വി.കെ. പ്രശാന്ത്, കോൺഗ്രസ് നേതാവ് A.M. രോഹിത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം രോഹിത്, ഇന്ന് നമ്മൾ ഈ ന്യൂസ് ആൻഡ് ന്യൂസിൻ്റെ തുടക്കത്തിൽ കേട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ചെയ്തു. അദാനി കമ്പനി MSCയുമായി നടത്തിയ ഓഹരി കൈമാറ്റം അത് അന്യായമായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന് വി.ഡി. സതീശൻ തന്നെ സമ്മതിക്കുന്നു. അതായത് പാർട്ടി തന്നെ സമ്മതിക്കുകയാണ്, ആ ഡീൽ ശരിയായിരുന്നില്ല, ആ കൈമാറ്റം ശരിയായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? സെബിക്ക് കത്ത് നൽകുക എന്നുള്ളതാണ്. സെബിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നു, സർക്കാരിനെ അറിയിച്ചില്ല എന്ന് വി.ഡി. സതീശൻ നിയമസഭയിൽ പറയുകയും ചെയ്തു. ഒരു സർക്കാർ എന്ന രീതിയിൽ ചെയ്യേണ്ടിയിരുന്നത് സെബിക്ക് കത്തയക്കുക എന്നതാണ്. ഈ കരാർ നിയമലംഘനമാണ്, അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊരു കത്ത് സെബിക്ക് നൽകേണ്ടിയിരുന്നു, പക്ഷെ നൽകിയില്ല. അവിടെയാണ് കേരളത്തോട് താല്പര്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടി പൊതുജന മധ്യത്തിൽ നാണം കെടുന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം? എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ കഴിയും രോഹിത്തെ? നിങ്ങളുടെ ഇൻട്രോയിൽ പറയുന്ന രീതിയിൽ ഒരു നാണംകെടലും ഏതായാലും കേരളത്തിലെ സർക്കാർ അനുഭവിക്കുന്നില്ല എന്നത് ആദ്യമായി വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് സംശയങ്ങൾ സംശയമായിട്ട് തന്നെ അവസാനിക്കും, ഒരു സത്യവും അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അപ്പോൾ ഈ വിവാദം നടക്കുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പോകണം. ഇവിടെ മെയ് 4-ാം തീയതിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത്. ഈ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ലല്ലോ കേരളത്തിൽ LDFൻ്റെ സർക്കാരാണോ UDFൻ്റെ സർക്കാരാണോ അധികാരത്തിൽ വരിക, അതിലാരാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പ് നിശ്ചയിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് മുമ്പിൽ യാതൊരു ധാരണയുമില്ല. അതിന് മെയ് 4-ന് ശേഷം മെയ് 18-ാം തീയതിയാണ് UDFൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുന്നതും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ കേരളത്തിൽ UDFൻ്റെ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയമെടുത്തു. അതിനുശേഷം വകുപ്പ് വിഭജനം നടന്നു, മന്ത്രിമാർ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ ഏകദേശം 47 ദിവസമാണ് ഇന്ന് കേരളത്തിൽ UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത്. ഞാൻ പൂർത്തീകരിക്കാൻ എനിക്ക് സമയം തരണം. ഈ 47 ദിവസത്തിൻ്റെ ഉള്ളിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സെബിക്ക് കത്ത് നൽകുന്നത് എന്നാണ് ജൂൺ 29-ാം തീയതിയാണ്. നമ്മൾ ഇത്തരത്തിലൊരു ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ അറിയുന്നത് എന്നാണ് ജൂൺ 30-ാം തീയതിയാണ്. അപ്പോൾ 47 ദിവസത്തിൻ്റെ ഉള്ളിൽ
അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ 27,000 കോടി മൂല്യം വില വരുന്ന അല്ലെങ്കിൽ വിലയിരുത്തിയ ആ പോർട്ടിന് അതിൻ്റെ 49% വരുന്ന 13,270 കോടി രൂപയുടെ ഓഹരി കൈമാറ്റം രണ്ട് കമ്പനികൾ തമ്മിൽ ഈ 47 ദിവസത്തിൻ്റെ ഉള്ളിൽ നടത്തിയെന്ന് ഈ കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരായ മനുഷ്യർക്ക്, കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായിരുന്നു ഈ കൈമാറ്റങ്ങൾ മുഴുവൻ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ നടന്നത് LDFൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ്. ആ അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലേ? അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലേ? നിയമമന്ത്രിക്ക്, ധനകാര്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ലേ? 47 ദിവസത്തിൻ്റെ ഉള്ളിലാണോ ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ഓഹരി കൈമാറ്റം നടന്നത് എന്ന് കേരളത്തിൽ ഏതെങ്കിലും സാധാരണക്കാരന് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി പോട്ടെ, ഇനി ഈ വിവാദം വന്നു, ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി. ഞങ്ങൾ UDFന്റെ സർക്കാർ പറഞ്ഞു വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം, രോഹിത്തെ 47 ദിവസമാണല്ലോ. 47 ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ, 47 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു 3 മാസം ഞങ്ങളൊന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് പിന്നാലെ ഈ ഓഹരി കൈമാറ്റം നടന്നില്ല. ഓഹരി കൈമാറാൻ സെബിക്ക് കത്ത് കൊടുക്കുകയാണ് ജൂൺ 29-ന്. എങ്ങനെയാണ് ഒരു സർക്കാർ മാറിക്കഴിയുമ്പോൾ ഇതുവരെ അടങ്ങിയിരുന്ന അദാനിക്ക് ആ കത്ത് കൊടുക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് ദിവ്യ എസ് എന്ന് പറയുന്ന ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD എടുത്തു മാറ്റുന്നത്? എങ്ങനെയാണ് ഈ മംഗലാപുരം യാത്ര എന്ന് പറയുന്നതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി നിന്ന് പരുങ്ങുന്നത്? ഇനി പറയുന്നത് എന്താണ്? ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, അവിടെ നിന്ന് നിയമസഭയിൽ നിന്ന് പറയുകയാണ്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. ഏത് കാര്യത്തെക്കുറിച്ച്? വിഴിഞ്ഞം എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു കരാർ സംസ്ഥാന സർക്കാർ. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട് രോഹിത്, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ഈ അദാനിയുടെ സ്വത്താണെന്നുള്ളത്. സർക്കാരിൻ്റെ സ്വത്താണ്. 61% ഓഹരി സർക്കാരിൻ്റെയാണ്. അങ്ങനെയുള്ള ഈ കമ്പനിയുടെ, ഈ വിഴിഞ്ഞത്തിൻ്റെ ഓഹരി പോയത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അതിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ പണിക്ക് കൊള്ളുന്നയാളല്ല VD സതീശൻ, അല്ലെങ്കിൽ ഈ ജനത്തെ മൊത്തം പറ്റിക്കുകയാണ് VD സതീശൻ. ആ 2 കാര്യങ്ങളാണ്. 47 ദിവസം കൊണ്ട് ചെയ്തു എന്നല്ല പറഞ്ഞത്, 47 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം കണ്ട് അത് ആ വിഷയങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്തിരുന്നാൽ വീണ്ടും മദ്യനികുതി അടക്കമുള്ള വിഷയങ്ങൾ, അത് നമുക്ക് വേറൊരു വിഷയത്തിൽ ചർച്ച ചെയ്യും. ഇവിടെ പ്രശ്നം എന്താണ്? വിഴിഞ്ഞം കരാറിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് സഭയ്ക്ക് കത്തയക്കേണ്ടി വരുന്നു? നിങ്ങളല്ലേ കത്തയക്കേണ്ടിയിരുന്നത്? അതെന്ത് വൈകി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ. അല്ല, ഇതിൻ്റെ ചർച്ചകൾ നമ്മൾ ഇന്നലെയും നടത്തി നാളെയും നടത്താൻ പോവുകയാണല്ലോ. വളരെ കൃത്യമാണ്. 47 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന ഒരു ഓഹരി കൈമാറ്റമല്ല ഇവിടെയുള്ളത്. ഇത് LDF സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അദാനി പിണറായി ഡീൽ അന്ന് നടന്നു എന്ന് ഞങ്ങളും ആരോപിക്കേണ്ടി വരും. അന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ UDFൻ്റെ സർക്കാർ, മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്താണ്? കേരളത്തിൻ്റെ നിയമസഭകത്ത് കൃത്യമായി പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അറിവില്ല. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു അറിവില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഓഹരി കൈമാറ്റം സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടത്താൻ പറ്റില്ല എന്നുള്ള കൃത്യമായ നിലപാട് ഈ ഒരു മൈക്ക് കെട്ടി പ്രസംഗിക്കുകയല്ലല്ലോ ചെയ്തത്. കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത്, നിയമനിർമ്മാണം നടത്തുന്ന സഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു എംപവേർഡ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. രോഹിത്, ഞാനൊരു കാര്യം പറഞ്ഞു. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞ് മനുഷ്യനെ ചിരിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എംപവേർഡ് കമ്മിറ്റി, ചീഫ് സെക്രട്ടറി, തുറമുഖ സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി, നിയമ സെക്രട്ടറി ആരാണ് കൈകാര്യം ചെയ്തത്? ശ്രീ പ്രശാന്ത്, ഇപ്പോൾ രോഹിത് പറഞ്ഞ താങ്കൾ കേട്ടിട്ടുണ്ടാകണം. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. രോഹിതിലേക്ക് മടങ്ങി വരാം. ഇവിടെ രോഹിത് പറയാനുള്ള പോയിന്റുകൾ അവതരിപ്പിച്ചു എന്ന് VK പ്രശാന്ത് ഉണ്ട് ഇവിടെ. പ്രശാന്ത്, ഇപ്പോൾ രോഹിത് പറഞ്ഞത് എംപവേർഡ് കമ്മിറ്റി ഉണ്ടല്ലോ, പരിശോധിക്കും. 47 ദിവസം കൊണ്ട് ഇവിടെ LDF സർക്കാർ നേരത്തെ കരാറൊക്കെ ഉണ്ടാക്കി, അദാനിയുമായി ഡീലുണ്ടാക്കിയത് നിങ്ങൾക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് കുഴപ്പമുണ്ടാക്കിയെന്നാണ് രോഹിത് പറയുന്നത്. അല്ലേ, മരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടിയെ പറയാത്തത് ഭാഗ്യമായി. അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള ഒരു വാദമാണല്ലോ രോഹിത് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 45 ദിവസത്തിലധികമായിട്ട് UDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ആ സർക്കാർ എന്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ LDF ആണ് ഈ കരാറിന് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് ആണ് രോഹിത്തിൻ്റെ വാദമെങ്കിൽ ശരി, അത് റദ്ദാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് സെബിക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എന്താ രോഹിത്ത് മറുപടി പറയാത്തത്? അപ്പോൾ വളരെ അപഹാസ്യമായിട്ടുള്ളൊരു വാദമല്ലേ അങ്ങ് അവതരിപ്പിക്കുന്നത്.
ഇപ്പോൾ 2015 ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കരാറ് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വരുന്നത്. തുടർന്ന് വന്നിട്ടുള്ള LDF ഗവൺമെൻറ് അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് പണം കൈമാറി നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ആദ്യഘട്ടം ഉദ്ഘാടനം അടക്കം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇന്ന് വിഴിഞ്ഞത്തെ സംബന്ധിച്ചൊരു വലിയ സാധ്യത ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ശ്രീ VD സതീശൻ ഗവൺമെൻറ് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ VD സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ അദാനി കമ്പനി മാംഗ്ലൂരിലേക്ക് പോയി അദാനി കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് എന്തിനാണ്? അങ്ങ് വിശദീകരിച്ചാൽ മതി. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ അവിടെ പോയത് എന്തോ പേഴ്സണൽ കാര്യത്തിനാണ്. പോയ വഴിയിൽ അദാനി കമ്പനിയുടെ മാനേജരെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ഒന്ന് ചായ കുടിച്ച് പിരിഞ്ഞു എന്ന് പറയുന്ന ഏറ്റവും വലിയ തമാശയല്ലേ നമ്മൾ കേട്ടത്. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രീ VD സതീശൻ വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു 102 സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്ന് അദ്ദേഹമല്ലേ പറഞ്ഞത്. 12 മന്ത്രിമാർ തോക്കുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ശ്രീ രത്തൻ യു ഖേൽക്കറെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നു. അദ്ദേഹത്തിനെ തന്നെ തുറമുഖത്തിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ശ്രീമതി ദിവ്യ S അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ജെറോമിക് ജോർജിനെ കൊണ്ടുവരുന്നു. വകുപ്പ് വിഭജനം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കം പറയുകയാണ് തുറമുഖ വകുപ്പും നിയമവകുപ്പും ഒക്കെ മറ്റു മന്ത്രിമാർക്ക് നൽകണമെന്ന്. അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിവേചനാധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയേൽക്കുന്നു, നിയമവകുപ്പിൻ്റെ ചുമതലയേൽക്കുന്നു, പൊതുഭരണ വകുപ്പിൻ്റെ ചുമതലയേൽക്കുന്നു. ഇങ്ങനെ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതലക്കാരൻ എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി വരികയാണ്. ഇതിനെല്ലാം ചേർത്ത് വെച്ചിട്ടല്ലേ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള BD ഡീൽ ഉണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡീല് ശ്രീ VD സതീശൻ കേരളത്തെ വിൽക്കുന്നതിന് വേണ്ടി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തുനിയുകയാണ്. അതിനെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദ്യം ചെയ്തത്. നിയമസഭയിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? നിക്ഷേപമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അത് ആ വാദഗതി കേൾക്കാൻ വേണ്ടി തയ്യാറായി. പിറ്റേന്ന് പത്രങ്ങളിൽ വാർത്തകൾ വരികയാണ്. ദേശാഭിമാനി ഉൾപ്പെടെ വാർത്ത കൊടുക്കുകയാണ്. നിക്ഷേപം എന്ന നിലയിൽ ദേശാഭിമാനി അടക്കം വാർത്ത നൽകുകയാണ്. മനോരമ, മാതൃഭൂമി ഇത്യാദി പത്രങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അപ്പം നിക്ഷേപം എന്ന നിലയിൽ അവരുടെ PR ടീം വാർത്ത കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിഴിഞ്ഞം കോൺക്ലേവ് ഉൾപ്പെടെ കഴിഞ്ഞ LDF ഗവൺമെൻറ് നടത്തിയതാണ്. അപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിദേശ കമ്പനികളുടെ അടക്കം MSC ഉൾപ്പെടെ വരട്ടെ, നിക്ഷേപമായി വിവിധ പദ്ധതികളിൽ അവരുടെ കാര്യങ്ങൾ വരണം, പദ്ധതികൾ വരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് VD ഡീലിൻ്റെ ഭാഗമായിട്ട് അദാനി കമ്പനിയുടെ കൈവശമുള്ള ഓഹരികളിൽ നിന്നും 49% ഓഹരികൾ ഇന്നിപ്പോൾ MSC കമ്പനി വാങ്ങുകയാണ്. അതിനാവശ്യമായിട്ടുള്ള SEBI അനുവാദമടക്കം വാങ്ങുകയാണ്. നമ്മുടെ 2015 ഒപ്പുവെച്ചിട്ടുള്ള കരാർ പ്രകാരം കൃത്യമായി 25% ഓഹരിക്ക് മുകളിൽ വേറെ ഏതെങ്കിലും കമ്പനിക്ക് കൈമാറണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉടമസ്ഥനായിട്ടുള്ള ഒന്നാം കക്ഷിയായിട്ടുള്ള കേരള ഗവൺമെൻറ് അറിയിക്കണം. അങ്ങനെ മുൻകൂർ അനുവാദം വാങ്ങി മാത്രമേ ഓഹരികൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കേരള ഗവൺമെൻറ് അറിയാതെ നടത്തിയ ഒരു കച്ചവടം സാധുവല്ല എന്ന് പറയാൻ ശ്രീ രോഹിതിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ള ഏറ്റവും കതലായിട്ടുള്ള ചോദ്യമുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ വ്യക്തത വരുത്തിയാൽ മതി. അങ്ങ് പറഞ്ഞതുപോലെ ഇത് LDF സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഞങ്ങൾ തിരസ്കരിക്കുന്നു, ഈ ഒരു കൈമാറ്റം സാധുവല്ല, ഇത് അസാധുവായിട്ടൊരു കാര്യമാണ്, ഞങ്ങളിതിനെ എതിർക്കുന്നു എന്ന് പറയാൻ ശ്രീ VD സതീശനും UDFനും ചങ്കൂറ്റമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം എന്തിനാണ് ഇലക്ഷന് മുമ്പ് തന്നെ അദാനി കമ്പനിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാറ്റങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത്? ഇതിന് മറുപടി പറയാൻ വേണ്ടി UDF തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, പ്രതിപക്ഷം എന്ന നിലയിൽ ഈ കേരളത്തിൻ്റെ സമ്പത്താണ് വിഴിഞ്ഞം തുറമുഖം. 2028 ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന വലിയ വിപുലമായിട്ടുള്ള വികസന സാധ്യത കേരളത്തിൽ വരികയാണ്. ആ വികസന സാധ്യതയെ ഇല്ലാതാക്കാനാണോ കേരളത്തെ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ വിൽറ്റുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനാണോ ശ്രീ VD സതീശൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി അങ്ങ് മറുപടി പറയണം. ഞങ്ങളൊരു കാര്യം കൃത്യമായിട്ട് പറയാം, അങ്ങനെ വിൽക്കുന്ന ഒരു ഡീലിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും എന്നുകൂടി ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. ശരി, രോഹിതിലേക്ക് വരാം. പ്രശാന്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തന്നെ പറയുന്നുണ്ട് ശ്രീ M. ജയചന്ദ്രൻ. ഒരുപക്ഷെ ഈ രോഹിത് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ
ചാനൽ ചർച്ചകളിലായാലും അതോടൊപ്പം തന്നെ പൊതുവേദികളിലായാലും പറയുന്ന കാര്യമുണ്ട്. അത് കഴിഞ്ഞ സർക്കാർ ചെയ്തതല്ലേ, ഞങ്ങളെന്തിനാണ് അത് അതിൻ്റെ ഭാരം ഞങ്ങളെന്തിനാണ് വഹിക്കുന്നത്? PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതല്ലേ? മദ്യനികുതി എക്സൈസ് മന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്ന സമയത്ത് ചെയ്തതല്ലേ? ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് കേട്ടല്ലോ രോഹിതിൻ്റെ വാദം. 47 ദിവസത്തിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നത് പിണറായി സർക്കാരല്ലേ? അവരല്ലേ ഈ കാര്യങ്ങളിൽ ഒപ്പിട്ടത്? ഇവരുടെ ഈ ചോദ്യം ഒരുപക്ഷെ പ്രശാന്ത് ചോദിച്ചാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ സർക്കാർ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതങ്ങ് മാറ്റിക്കൊണ്ട് പോയാൽ പോരെ? ആ ചോദ്യത്തിന് മറുപടിയില്ല. വിഴിഞ്ഞത്തിലടക്കം എനിക്ക് തോന്നുന്നു CM ജയചന്ദ്രൻ, ഞാൻ ഇങ്ങനെ വേറൊരു വേർഷനോട് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇത് എല്ലാം കൂടി ഒറ്റ പ്ലാനാണ്. VD സതീശൻ്റെ മംഗലാപുരം യാത്ര, മദ്യനികുതി കുറയ്ക്കുന്നത്, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം, കരിമണൽ ഖനനം, സ്വകാര്യ നിക്ഷേപം എന്ന മറവിൽ വലിയ കൃത്യമായി തന്നെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുക. അതിനായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു. VD സതീശന് എത്ര കിട്ടിയെന്നുള്ളൊരു ചോദ്യം അങ്ങനെ തന്നെ ആ പ്രസക്തം എന്നും ചോദിക്കേണ്ട ചോദ്യമാണ്, എത്ര കിട്ടിയെന്നുള്ള ചോദ്യം. അത് ഇനി വിഴിഞ്ഞത്തിലായാലും കരിമണലിലായാലും മദ്യനികുതിയിലായാലും. എങ്ങനെ വിലയിരുത്തുന്നു ഈ രോഹിത് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രസ്താവനകളെക്കുറിച്ച്? ഇന്ന് സിജു ജൂലൈ മാസം 5-ാം തീയതി ആയുള്ളല്ലോ. ഈ മാസം 1-ാം തീയതി ജൂലൈ 1-നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ, എന്താണ് ഇതിന്റെ വസ്തുത, അത് നിയമസഭയോട് വ്യക്തമാക്കണം എന്ന് സബ്മിഷനായിട്ട് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അത് മറന്നിട്ട് രോഹിത് വർത്തമാനം പറയരുത്. കാരണം നിയമസഭയിലുള്ളത് രേഖകളായിട്ട് അവിടെ ഉണ്ട്. VK പ്രസാദിനെ സംബന്ധിച്ച് കൂടുതൽ പറയാനും കഴിയും, നിയമസഭ എങ്ങനെയാണ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ പറഞ്ഞപ്പോ എന്താണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മറുപടി പറഞ്ഞത്? ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച പോലുള്ള ഇടപാടുകൾ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. നമ്പർ 1. നമ്പർ 2, അതാണ് ഇതൊക്കെ നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഈ AVPPL നിന്ന് എന്ന് പറഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് AVPPL. പിന്നെ APSEZ അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഈ രണ്ടിൽ നിന്നും യാതൊരുവിധ ആശയവിനിമയവും കേരള സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ജൂലൈ 1-ന് നിയമസഭയിൽ വ്യക്തമാക്കിയത്. എന്ന് മാത്രമല്ല, ദേശീയ സുരക്ഷ, തുറമുഖത്തിന്റെ പൊതു ഉപയോഗ സ്വഭാവം, ആരോഗ്യകരമായ മത്സരം, തുറമുഖത്തിന്റെ ഭാവി വികസന സാധ്യതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഇടപാട് വിശദമായി പരിശോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രസ്താവന നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ വ്യാപകമായും പ്രാദേശിക മാധ്യമങ്ങളും നാഷണൽ മീഡിയയും നന്നായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. താങ്കൾ ഇതാണ് ഇവിടെ നിഷേധിക്കുന്നത്. താങ്കളുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് താങ്കൾ ഇവിടെ നിഷേധിക്കുന്നത് രോഹിത്. അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ മുഖ്യമന്ത്രിയെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അത് അവർ നോക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിന്റെ വക്താവ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിനെ ബ്ലൈൻഡ് ആയിട്ട് നെഗേറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറയുന്നത് പോലെ LDF സർക്കാരിന്റെ തലയിലാണ് ഇതിന് മുഴുവൻ പാപഭാരവും വെക്കേണ്ടതെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനായാസം ആ മറുപടിയോടെ പറഞ്ഞാൽ മതി. നിയമസഭയിൽ ആ മറുപടി പറഞ്ഞാൽ മതി. ഇത് എന്റെ പട്ടിക്ക് വെക്കാൻ നിങ്ങൾ നോക്കണ്ട പ്രതിപക്ഷ നേതാവേ. ഞങ്ങളിപ്പോ ഇതാ വന്നിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. താങ്കളിപ്പോ പറഞ്ഞ 47 എന്നാൽ ഇപ്പം 3 ദിവസം മുമ്പാകുമ്പോഴേക്ക് 4 ദിവസം മുമ്പാകുമ്പോഴത്തേക്ക് അത്ര ഇല്ലല്ലോ, 43 ദിവസമാവും. ഞങ്ങൾ 43 ദിവസമായുള്ളൂ വന്നിട്ട്. നിങ്ങളിത് എന്റെ സർക്കാരിന്റെ പട്ടിക്ക് വെക്കാൻ നോക്കേണ്ടത് കൈവച്ചാൽ മതി. അങ്ങനെ പറയാൻ മടിയില്ലാത്ത ആളാണല്ലോ മുഖ്യമന്ത്രി. എന്താണ് അങ്ങനെ അദ്ദേഹം മറുപടി പറയുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള വസ്തുത പറയേണ്ടി വന്നത്? എന്താണ് വന്നത്? എന്തുകൊണ്ടാണ്? അതാണ് ആലോചിക്കേണ്ടത്. അവിടെ ആർക്കാണ് ഈ കരാർ പോയത്, ഷെയർ പോയത് ആർക്കാണ്? MSCക്കാണോ? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണോ പോയത്? അല്ല, അവരുടെ കീഴിലുള്ള സബ്സിഡിയറി ഉണ്ട്, മുണ്ടി ലിമിറ്റഡ്, അവർക്കാണല്ലോ പോയത്. അത് സംബന്ധിച്ച് ഇന്നലെ സഖാവ് പിണറായി വിജയൻ സെബിക്ക് കത്തെഴുതിയിട്ടുണ്ടല്ലോ. ആ കത്തിന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ, പുറത്തു വന്നിട്ടുണ്ടല്ലോ. താങ്കൾക്ക് അത് കിട്ടിയില്ലേ? കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഉണ്ട്, ഞാൻ അയച്ചു തരാം, കുഴപ്പമില്ല. അപ്പൊ അതിലൊക്കെ എന്താ സെബിക്ക് അയച്ചിട്ടുള്ള കത്തിൽ എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്? കേരളത്തിന്റെ താല്പര്യം മാത്രമല്ല, രാജ്യ താല്പര്യം പോലും ഹനിച്ചുകൊണ്ടാണ് ഈ ഇടപാട് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇടപെടണം. ഇത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, സെബിക്ക് ഞാൻ ഇന്നലെ കത്തയച്ചു. പക്ഷേ അത് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റും ഇടപെടണം.
എന്ന് പിന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ? ആ തരത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നമായി നിങ്ങൾ തുടക്കത്തിലെ ഗവൺമെന്റ് വന്നിട്ട് ഈ പറയുന്ന 1.5 മാസത്തിനകം ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് സിജുവിനോട്, ആങ്കറോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഗവൺമെന്റ് ഇപ്പോഴല്ലേ വന്നുള്ളൂ, ഇതൊക്കെ ഞങ്ങളുടെ തലയിലേക്ക് എന്തിനാ തരുന്നത്? അപ്പൊ സാർ ഒരു സാധാരണ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ സാധാരണ ചർച്ചകളിൽ മറുചോദ്യം ചോദിക്കാറില്ല, ചർച്ചകളിൽ ഇടപെടാറുള്ളൂ. പക്ഷെ ഇതിൽ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങളെ വക്രീകരിക്കാൻ പാർട്ടിയുടെ വക്താവ് തന്നെ ചാനൽ വന്നിരുന്ന് പറയുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആരാണ് നിലവിലെ തുറമുഖ സെക്രട്ടറി? അദ്ദേഹം തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ? അപ്പോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന തുറമുഖ സെക്രട്ടറി അറിയാതെ ഒരു ഈച്ച പോലും ആ SEZ നിന്ന് പറക്കുമോ, പോകുമോ? അദ്ദേഹം വിവരം അറിഞ്ഞില്ലെന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? അല്ല, നിശ്ചയമായും രത്തൻ കേൽക്കർ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിവരങ്ങളിൽ നാളെ അടുത്ത ദിവസമൊക്കെ പുറത്തു വരും. ഇന്ന് കാര്യം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ അത് പുറത്തു വിടുമെന്നുള്ളത് കൊണ്ട് ഞാനായിട്ട് ഇന്നത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല, കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ തരത്തിൽ കേരളം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ രോഹിത്തെ പിന്നെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാറായിട്ടില്ല എങ്കിലും അതിനുള്ള ശ്രമങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അതിൽ സംശയം വേണ്ട. ഇപ്പൊ സിജു സൂചിപ്പിച്ചല്ലോ, പിന്നെ ഈ വലിയൊരു പദ്ധതി മറ്റേ മിഷൻ സമുദ്ര അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ പിന്നെ വൻകിട മുതലാളിമാർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപകടം ചെയ്യും. ആ പദ്ധതി ബജറ്റിൽ വന്ന ആ പദ്ധതിയെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ബജറ്റിൽ എന്താണ് ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചത്, മുഖ്യമന്ത്രി മുമ്പോട്ട് വെച്ചത്, ഞാനത് പഠിച്ചു തന്നെ എഴുതിയതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരെണ്ണം കൂടെ എഴുതുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പൊ അതിൽ ആ പദ്ധതി ഓക്കെയാണ്. പക്ഷെ ആ പദ്ധതി ആർക്കാണ് കൊടുക്കാൻ നിങ്ങൾ പോകുന്നത്? അത് തർക്ക പ്രശ്നമാണ്. നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് വൻകിട മുതലാളിമാർക്കാണെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് രോഹിതെ. കാരണം നമ്മുടെ മുമ്പിൽ മറ്റൊരു ബദലുണ്ട്. പിന്നെ സിയാൽ എന്ന് പറഞ്ഞ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി, ആ സിയാൽ മാതൃക ഡിറ്റായിട്ട് പകർത്തണമെന്നല്ല, അതിന്റെ ആ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഗവൺമെന്റ് വിശദീകരിക്കേണ്ടി വരും, ബന്ധപ്പെട്ട ആൾക്കാർ വിശദീകരിക്കേണ്ടി വരും. ജയചന്ദ്രൻ, ഒരുപക്ഷെ ഈ നിരവധി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് രോഹിത്തിന് അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങളാണ് പ്രശാന്തും എം ജയചന്ദ്രനും അവതരിപ്പിച്ചത്. ഒന്ന്, നിങ്ങൾ പറഞ്ഞല്ലോ, രോഹിത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ പറയാമല്ലോ. നേരത്തെ എം ജയചന്ദ്രൻ, ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞതിനെ നെഗറ്റ് ചെയ്തുകൊണ്ട് രോഹിത് പറഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കരാർ ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇത് അറിയില്ല എന്ന് പറയുന്നു? സെബിക്ക് കത്ത് കൊടുക്കാൻ നിങ്ങൾ വൈകുന്നത് എന്തിനാണ്? ചോദ്യങ്ങൾ വളരെ ലളിതമാണ്. സെബിക്ക് നിങ്ങൾ എന്തിനാണ് കത്ത് കൊടുക്കാൻ വൈകുന്നത്? രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്, സംസ്ഥാനത്തെ താല്പര്യത്തിന് വിരുദ്ധമാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ സംബന്ധിക്കുന്നു, രോഹിതിനേക്കാൾ ഗൗരവത്തോടുകൂടി വി ഡി സതീശൻ അവിടെ സംസാരിച്ചു. അത് ശരിയാണ്, അങ്ങനെ ഒരു കരാർ അവർ ഏർപ്പെട്ടു, ആ ഓഹരി കൈമാറ്റത്തിനുള്ള ശ്രമം നടത്തി. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഏത് മുഖ്യമന്ത്രി തുറമുഖത്തിൻ്റെ ചുമതലയുള്ള, ഏത് മുഖ്യമന്ത്രി നിയമവകുപ്പിൻ്റെ ചുമതലയുള്ള, ഏത് മുഖ്യമന്ത്രി ധനവകുപ്പിൻ്റെ ചുമതലയുള്ള? ഇതെല്ലാം കഴിഞ്ഞ് എംപവേർഡ് കമ്മിറ്റിയും കൊണ്ടുവന്നിട്ട് അതങ്ങ് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ഇത് പച്ചവെള്ളം തൊട്ട് വിഴുങ്ങാൻ പറ്റുന്നതല്ല രോഹിത്. എത്രയൊക്കെ ന്യായീകരിച്ചാലും ഇനി പറയുന്ന പോലെ എം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ വൻപൻ ഡീലുകളുടെ കഥകൾ. രത്തൻ കേൽക്കറിൻ്റെ റോള്, വിശ്വനാഥ് സിൻഹയുടെ റോള്, മറ്റു പല സെക്രട്ടറിമാരുടെ റോള്, എല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ പ്ലാൻ. ആ പ്ലാൻ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയണം. അതാണ് ഈ 2 പേരും പറഞ്ഞത്. പിന്നെ ആ വി ഡി സതീശൻ അന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് രോഹിത്തിന് നെഗറ്റ് ചെയ്യാൻ കഴിയുന്നത്? നിയമസഭയിൽ സമ്മതിച്ചു കഴിഞ്ഞല്ലോ. ശ്രീ സിജു, ഇവിടെ നിങ്ങൾ വി കെ പ്രശാന്തും അതുപോലെ തന്നെ ശ്രീ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇടപെട്ട് കണ്ടില്ല. നിങ്ങൾക്ക് അവർക്ക് പറയാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും പറയാനുള്ള അവസരം കൊടുക്കുകയും ഞാൻ എൻ്റെ തുടക്കത്തിൽ എൻ്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ഇടപെടുന്നത് അത് ചിലപ്പോൾ ഒരു കൈരളിയുടെ നിങ്ങളുടേതായ നയം അങ്ങനെയായിരിക്കാം, എനിക്ക് അതിനകത്ത് തർക്കമില്ല. പക്ഷേ എൻ്റെ ഭാഗം പറയാനുള്ള അവസരം നിങ്ങൾ നൽകണം. ഈ വിഷയം ഉയർന്നു വരുമ്പോൾ പദ്ധതിയുമായി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ സർക്കാർ എടുക്കുന്ന പൊസിഷൻ എന്താണ്? ഈ വിഷയം വന്ന സമയത്ത് തന്നെ നിയമസഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരമൊരു ഓഹരി കൈമാറ്റം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ ചെയ്യാൻ സാധിക്കില്ല.
അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആ വിഷയം പരിശോധിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ട് മാനേജ്മെൻറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയറിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു എംപവേർഡ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അദാനി തന്നിരിക്കുന്ന അവരുടെ അപേക്ഷമേൽക്കകത്ത് നിയമപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള മറുപടി കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ആധികാരികമായി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ പഠനത്തിനനുസരിച്ച് ഇപ്പോൾ ഈ പറയുന്ന ജൂൺ 30 ആണല്ലോ ഈ വിഷയം ഉയർന്നു വരുന്നത്. കേവലം 4 ദിവസമായിട്ടുള്ളൂ. ആ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിവേഗം സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി ഈ വിഷയത്തിനകത്തുള്ള കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളുടെ ഒരു പാർട്ടിയാണല്ലോ, മുന്നണിയാണല്ലോ. കേന്ദ്ര കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദാനി എന്ന് പറയുന്നത് BJPക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് അദാനിയോട് തന്നെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർക്കാരിനെ, കേരളത്തിലെ സർക്കാരിനെ ഇരുട്ട് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ ദിവ്യ IASനെ മാറ്റിയ കാര്യങ്ങളൊക്കെ കുറിച്ചുകൂടെ പറഞ്ഞു. ഈ ദിവ്യ IASനെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയിട്ടാണെന്നും സർക്കാരിൻ്റെ ഈ തരത്തിലുള്ള ഇടപാട് നടത്താൻ വേണ്ടിയിട്ടാണെന്നും നിങ്ങൾ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ അദീല അബ്ദുള്ളയെ മാറ്റിയത്? IAS ഉദ്യോഗസ്ഥയായിരുന്ന അദീല അബ്ദുള്ള ഈ പോർട്ടിൻ്റെ MD ആയിട്ട് ഇരുന്നത് 8 മാസക്കാലമാണ്. അപ്പോൾ അദാനിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അദീല അബ്ദുള്ളയെ നിങ്ങൾ മാറ്റിയത്? അപ്പോൾ തിരിച്ചാ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തുടക്കം കുറിച്ചൊരു പദ്ധതി നിലയ്ക്ക് നിങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 5 വർഷക്കാലത്തെ കരാർ നീട്ടിക്കൊടുത്ത കഥകൾ വേറെയുണ്ട്. സർക്കാരിലേക്ക് കിട്ടേണ്ട ഈ പദ്ധതിയുടെ വൈകലിൻ്റെ ഭാഗമായി കിട്ടേണ്ട 49 കോടി രൂപ സർക്കാരിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ തരത്തിലൊക്കെ അദാനിയെ സഹായിച്ച ആളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്നത്. ഞങ്ങൾ സൂചിപ്പിച്ചെന്താണ്, ഇത്തരത്തിൽ 27,000 കോടി രൂപ മൂല്യം വരുന്ന ഒരു ഓഹരി ഇടപാട്, അതിൻ്റെ 49% വരുന്ന ഷെയർ വിൽക്കുമ്പോൾ അത് 47 ദിവസം കൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ചോദ്യമാണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സിജു തന്നെ, ഇപ്പം നമ്മളൊക്കെ ഒരു ഭൂമി മേടിക്കാൻ പോയാൽ നമ്മൾ ഭൂമിയുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കില്ലേ? നമ്മളതിൻ്റെ ധനകാര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങളെക്കുറിച്ച് പഠിക്കില്ലേ? 47 ദിവസം കൊണ്ട് നമുക്കൊരു ഭൂമി മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭൂമി മറച്ചു വിൽക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു വലിയ പോർട്ട്, ഈ കേരളത്തിൻ്റെ ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പോർട്ടിൻ്റെ 49% വരുന്ന ഓഹരി കേവലം UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇവിടെ MSC കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ആരാ വിശ്വസിക്കുക? ഇതിൻ്റെ നടപടികൾ ക്രമം ആരംഭിച്ചത് മുഴുവൻ LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. അന്ന് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, അന്ന് പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല, അന്ന് നിയമമന്ത്രി അറിഞ്ഞിട്ടില്ല, ധനകാര്യമന്ത്രി അറിഞ്ഞിട്ടില്ല, തുറമുഖ മന്ത്രി അറിഞ്ഞിട്ടില്ല. നിങ്ങൾ രോഹിത് പറഞ്ഞല്ലോ ഞാൻ കയറി ഇടപെടുന്നു, മറ്റുള്ളവർക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നു. രോഹിത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് 47 ദിവസത്തിന് മുമ്പുള്ള LDF സർക്കാർ തുടങ്ങി വെച്ച പദ്ധതിയാണെന്നുള്ളത്. 47 ദിവസം കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുകയൊക്കെ കേരളത്തിൽ കണ്ടതാണ്. 2.5 മണിക്കൂർ കൊണ്ട് മദ്യനികുതിയുടെ ഫയൽ വേഗം കണ്ടതാണ്, ശരവേഗത്തിൽ പോയത് കണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ ഈ അദാനി കമ്പനി, നിങ്ങൾ നേരത്തെ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഉമ്മൻചാണ്ടിയെ ഈ ഇതിലേക്ക് വലിച്ചിഴക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഉമ്മൻചാണ്ടി അന്ന് 2015 ഉണ്ടാക്കിയ കരാറ് സംസ്ഥാനത്തിന് ഗുണകരമായിരുന്നില്ല എന്നുള്ളതും ആ കരാറിൻ്റെ ദോഷഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ശ്രീ പ്രശാന്ത്, ഇവിടെ വീണ്ടും രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് അതായത് 47 ദിവസം മുമ്പുണ്ടായിരുന്ന പിണറായി സർക്കാരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ബാക്കി നടന്ന കാര്യങ്ങളൊന്നും 4 ദിവസമല്ലേ ആയുള്ളൂ. 29-ാം തീയതി അല്ലയോ ഈ പറയുന്ന ഔപചാരികമായി കൈമാറ്റം നടത്തിയത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രശാന്ത് എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത്? അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റുണ്ട്. വാദങ്ങൾ നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടല്ലേ? പറഞ്ഞോളൂ പ്രശാന്ത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സമ്പത്താണ്. സ്വാഭാവികമായിട്ടുള്ള ആഴമുള്ള ഒരു വലിയ തുറമുഖം. ഒരുപക്ഷെ ഇത് പൂർത്തീകരിക്കുമ്പോൾ ലോകത്തെ ഏതൊരു തുറമുഖങ്ങളെക്കാൾ വലിയ വികസന സാധ്യതയും കേരളത്തിൻ്റെ മുഖച്ഛായയെ മാറ്റാൻ കെൽപ്പുള്ളതുമായിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നമ്മൾ അതിൻ്റെ കരാറിൽ ആ നിലയിൽ ഒരു മൾട്ടിപർപ്പസ് സീ പോർട്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് എന്താ? MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ കുറച്ച് 49% ഓഹരികൾ വാങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിനകത്ത് വലിയ ചർച്ച ഉയർന്നു വരികയാണ്.
ഇവിടെ ശ്രീ വി ഡി സതീശനും UDF-ഉം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന ഒരു നരേറ്റീവ് എന്താ? MSC കമ്പനിക്കെതിരേതായ എല്ലാവരും കൂടി വാളവുങ്ങുന്നു. കേരളത്തിലേക്ക് വന്ന 13,000 കോടി നിക്ഷേപത്തെ നമ്മളെല്ലാവരും കൂടി ഓടിച്ചു വിടുന്നു. ഈ ഒരു നരേറ്റീവിലൂടെ ഈ കരാറിനെ സാധൂകരിക്കാനുള്ളൊരു പരിശ്രമമാണ് UDF-ഉം വി ഡി സതീശനും പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നടന്നു വരുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ആദ്യത്തെ കാര്യം. കാരണം ഈ ഡീല് വളരെ നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. കൃത്യമായി മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് നമ്മോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. വളരെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും വലിയ ഡീൽ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ എല്ലാ ചുമതലകളും മുഖ്യമന്ത്രിയിലേക്ക് വരുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഡീലുമായി ബന്ധപ്പെട്ട് എംപവേർഡ് കമ്മിറ്റി കൂടുമെന്ന്. ആ എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെയുള്ളത്? സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രി, സംസ്ഥാനത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ ഇത്രയും പേരടങ്ങുന്ന പോർട്ടിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ. ഇതൊക്കെ ആരുടെ ചുമതലയില്ല? ഈ പറയുന്ന പോലെ തുറമുഖത്തിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, നിയമവകുപ്പിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, പൊതുഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, ചീഫ് സെക്രട്ടറി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൈവശം വെച്ചിരിക്കുന്ന വി ഡി സതീശൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? തുറമുഖത്തിൻ്റെ CEO ആയി വെച്ചിരിക്കുന്നത് ആരെയാ? ശ്രീ രത്തൻ കൽക്കറയല്ലേ? അവിടുത്തെ മുഖ്യ ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ജെറോമിക് ജോർജ് അല്ലേ? ഇവരൊന്നും അറിയാതെയാണ് ഈ 49% ഓഹരികൾ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയും അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം രാജിവെച്ച് വേറെ പണിക്ക് പോകണം. തുറമുഖത്തിൻ്റെ അടക്കം ചുമതല നിർവഹിക്കുന്ന മുഖ്യമന്ത്രി ഈ ഒരു കൈമാറ്റം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കേരളത്തിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളെ വെച്ചുകൊണ്ട് വരുന്ന നിക്ഷേപത്തെ അകറ്റിവിടാനാണ് എല്ലാവരും കൂടി പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡീലിനെ സാധൂകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ നിക്ഷേപം വരട്ടെ എന്ന നിലയ്ക്ക് ഒരു വലിയ നരേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് ഈ കച്ചവടത്തെ ന്യായീകരിക്കാനുള്ള പരിശ്രമമാണ് ശ്രീ വി ഡി സതീശന് വേണ്ടിയിട്ട് UDF ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി UDF-ൻ്റെ ലീഡറായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ പറഞ്ഞല്ലോ, കേരളം ഭരിക്കുന്നത് BJP ആണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും 49% ഓഹരി അദാനി വിറ്റത് സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദമില്ലാതെ എന്ന് അദ്ദേഹം ഹാസ്യരൂപേണ പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. കേരളത്തെ വിൽക്കാൻ വേണ്ടിയിട്ട് അദാനി വരികയാണ്, വാങ്ങുന്നതിന് വേണ്ടി അദാനി വരികയാണ്. അദ്ദേഹം കേരളത്തെ വിഴിഞ്ഞം പോലുള്ള ഒരു സമ്പത്ത് കൈക്കലാക്കി അതിൻ്റെ വിപുലമായിട്ടൊരു സാധ്യതകൾ വരികയാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ആർബിട്രേഷൻ നടപടികളിലൂടെ 49 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടുത്തി എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനും ചില കടമകളുണ്ട്. ഇത് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അദാനി കമ്പനിക്കും ചില കടമകളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ തുറമുഖത്തിന് അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സ്ഥലം ഏറ്റെടുക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക, ആവശ്യം വേണ്ടുന്ന സാമഗ്രികൾ എത്തിച്ചു നൽകുക, മറ്റ് കോമ്പൻസേഷൻ കൊടുക്കുക, ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. തുറമുഖം നിർമ്മിക്കുക എന്നത് മാത്രമാണ് അദാനിയുടെ ഉത്തരവാദിത്തം. സ്വാഭാവികമായിട്ടും രണ്ട് കക്ഷികളും ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. തുറമുഖ നിർമ്മാണം വൈകിയതിൻ്റെ ഉത്തരവാദിത്തം അദാനിക്കുണ്ട്. മറുഭാഗത്ത് ഇതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിനും ചില ഭാഗങ്ങളിൽ വീഴ്ചയുണ്ടായി. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ, മറ്റു പല പ്രയാസങ്ങൾ, പാറ കിട്ടാത്ത പ്രയാസങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും ആർബിട്രേഷൻ കോടതിയുടെ മുമ്പിൽ ഈ കാര്യം വരുമ്പോൾ തുറമുഖ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ സർക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ 49 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങി ഈ കമ്പനിയെ പിരിച്ചുവിടുകയാണ് വേണ്ടത്? അവിടെ സംസ്ഥാന താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ആർബിട്രേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുറമുഖ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെടുത്തു. അതിൻ്റെ ഗുണഫലം ഉണ്ടായില്ലേ? 2028 ഇതിൻ്റെ 2ാം ഘട്ട നിർമ്മാണവും പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിർമ്മാണം ആരംഭിച്ച് ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു. ഇന്ന് ലോകം കാണുകയാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യത എന്താണ് എന്ന് ലോകം കാണുകയാണ്. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ലോകത്ത് തന്നെ നമ്പർ 1 പോർട്ടായി ഇത് മാറും. ഇതുവഴി വലിയ ലാഭമുണ്ടാകും, വലിയ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി കഴിയും, കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായി അദാനി കാര്യങ്ങൾ നീക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭൂരിഭാഗം തുക മുടക്കിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അല്ലേ? 2500 കോടി രൂപ മാത്രമാണ് അദാനി മുടക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഈ കച്ചവടത്തിലൂടെ മാത്രം 13,000 കോടി രൂപയുടെ ബിസിനസ് നടപ്പാക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കരാറിലൂടെ അദാനിക്ക് കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഈ ഒരു കച്ചവടത്തിനെതിരെ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വന്ന് അദാനി കമ്പനിയെ കൊണ്ട് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളിലൂടെ നമുക്ക് ലഭിക്കാവുന്ന വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ ആവശ്യം വിധമുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു സാധ്യതയാണ് ശ്രീ രോഹിതെ നിങ്ങളുടെ വാദം കൊണ്ട് ഇല്ലാതാകുന്നത് എന്ന് കൂടി നമ്മൾ കാണണം. നമ്മൾ സംസ്ഥാന താല്പര്യം കൂടി നോക്കണം. സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന പ്രസാദ്, ഈ 49 കോടിയുടെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് രോഹിതിന് മനസ്സിലായി. രോഹിതേ, വളരെ ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കാം. നമ്മൾ ഏൽപ്പിച്ചത് നടത്തിപ്പുകാരനാണല്ലോ അദാനി എന്ന് പറയുന്നത്. അദാനി നല്ല കച്ചവടക്കാരനാണ്. ഈ 2714 കോടി മാത്രം ഇട്ട അദാനി 13,000 കോടിക്ക് MSCക്ക് ഓഹരി വിറ്റു എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല രോഹിതേ? പൈസ അടിച്ചോണ്ട് പോകട്ടെ എന്നാണോ കരുതുന്നത്? നടത്തിപ്പുകാരനാണ്, ഭൂമി നമ്മുടേതാണ്, സ്വത്ത് നമ്മുടേതാണ്. അദാനി എന്ന് പറയുന്ന ആളിനെ ഏൽപ്പിച്ചതാണ്. അയാൾ 13,000 കോടിക്ക് വിൽക്കുകയാണ് ഈ സാധനം. നമ്മൾ ഈ ബിൽഡ് ഓപ്പറേറ്റ് നാട്ടിലൊക്കെ വീട് വിറ്റ് വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വീട് നിർമ്മിച്ച്, അതിന് സമാനമായ രീതിയിൽ വലിയൊരു കൊള്ള. ഇവിടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ സർക്കാരാണ്, പ്രധാന ആൾ സർക്കാരാണ്. അങ്ങനെ 13,000 കോടി അടിച്ചുകൊണ്ട് പോകുന്നതിൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, കേരളത്തിൽ ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട് അത് വമ്പം കൊള്ളയാണെന്നുള്ളത്. അത് സിജുവിൻ്റെ നല്ല ചോദ്യമാണ്. ഇപ്പോഴാണ് ചോദിക്കാൻ തോന്നിയെന്ന് മാത്രം. കാരണം ദേശാഭിമാനി പത്രത്തിൽ വന്നിരിക്കുന്നത് ഈ 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC കമ്പനി നിക്ഷേപിക്കുന്നത് LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ദേശാഭിമാനി പത്രം വെണ്ടക്കാക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ LDF സർക്കാരും CPM നേതാക്കന്മാർക്ക് ഓന്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടാണ്. ഇപ്പോൾ MSC കമ്പനിയൊക്കെ ഇവർക്ക് ആഗോള കുത്തക കമ്പനിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം 933 കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ. അതിൽ 928 MSCയുടെയാണ്. ഇവർ പറയുന്ന കുത്തകവൽക്കരണത്തെക്കുറിച്ചും മറ്റ് കപ്പലുകൾക്ക് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ വന്നിരിക്കുന്നതിൻ്റെ 99% വരുന്ന MSC കപ്പലുകൾക്ക് വരാൻ പറ്റാവുന്ന സാധ്യത എന്താ ഗവൺമെൻറ് പഠിച്ചില്ലേ? അവിടെ പോർട്ടിനകത്ത് കുത്തകവൽക്കരണം നടക്കുന്നു, ഒറ്റ കമ്പനിക്ക് മാത്രമാണ് കപ്പലുകൾക്ക് വരാൻ പറ്റുന്നതിനെ കുറിച്ച് ഇവരാരും അറിഞ്ഞില്ലേ? അപ്പൊ അന്ന് MSC കമ്പനിയെ സംബന്ധിച്ച് വലിയ വാനോളം വാഴ്ത്തുക, അവരുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഏറ്റവും വലിയ കമ്പനി അവർ അന്ന് സാധനം വിഴിഞ്ഞത്ത് ഇറക്കി, അവരന്ന് ഓഹരി കൈമാറ്റം ചെയ്തോ? ഏതെങ്കിലും നീക്കം LDF സർക്കാർ ഇന്നിപ്പോൾ നടത്തിയോ? അതല്ലേ ഇവിടുത്തെ പ്രശ്നം. അതിനാണ് മറുപടി പറയേണ്ടത് രോഹിതേ. ആ ഓഹരി നിക്ഷേപത്തെ സംബന്ധിച്ച് MSC കപ്പൽ ഇനിയും വരും, ഇനിയും അവിടെ ലോഡ് ഇറക്കും, കണ്ടെയ്നറുകൾ വരും. എഴുതിയിരിക്കുന്നത് എന്തേ? അല്ല ദേശാഭിമാനി എഴുതിയ അതാണ് പ്രശ്നം. അതാണ് രോഹിതേ, ദേശാഭിമാനി വാർത്ത കൊടുത്തു, അങ്ങനെയാണ്. അല്ല, ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് വാർത്ത. എങ്ങനെയാണ് പ്രശ്നം? നിക്ഷേപം, വലിയ നിക്ഷേപം വരികയാണ്. അങ്ങനെ ലേഖകന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. VD സതീശൻ അടക്കം നിക്ഷേപമാണത്ര, നിക്ഷേപം. അതാണ് പ്രശ്നം. M ജയചന്ദ്രൻ, അതെ, രോഹിത് പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഈ ദേശാഭിമാനി ലേഖകനടക്കം എഴുതിയല്ലോ. അല്ലല്ല സിജു, പറഞ്ഞോ സിജു അല്ലല്ല, എങ്ങനെയാണ് 13,000 കോടി രൂപയുടെ നിക്ഷേപം ഈ പറയുന്ന കമ്പനി നടത്തിയത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയാണെന്ന് പറയുന്നത് ദേശാഭിമാനി പറഞ്ഞ എങ്ങനെ? അതിന് മറുപടി ഇല്ലേ? അല്ല, അതിന് മറുപടി അത് പറയാൻ VK പ്രശാന്ത് ഉണ്ടല്ലോ. ഈ 13,000 കോടി നിക്ഷേപമാണെന്ന് നിങ്ങൾക്ക് അവിടെ എന്താണ് നിയമസഭയിലടക്കം പറഞ്ഞാണ്. വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ നിക്ഷേപം വരാൻ. ആ നിക്ഷേപം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രശാന്തിലേക്ക് ഞാൻ തിരികെ വരാം. ഒരു ചെറിയ കാര്യം, അദ്ദേഹം ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഈ 2025 ജനുവരി മാസം 28, 29 തീയതികളിലാണ് വിഴിഞ്ഞം കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ആ വിഴിഞ്ഞം കോൺക്ലേവിൽ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോഹാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. MSC കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. എന്തിനാണ് നടത്തിയത്? വിഴിഞ്ഞത്ത് ഇനി നടപ്പാക്കാൻ സാധ്യതയുള്ള പദ്ധതികളിൽ നിക്ഷേപം വേണം. MSC കമ്പനിക്ക് ഉൾപ്പെടെ നിക്ഷേപം നടത്താം. ഇപ്പോൾ ദേശാഭിമാനി MSC കമ്പനിയുടെ നിക്ഷേപത്തെയാണ് സ്വാഗതം ചെയ്തത്. ഞങ്ങൾക്ക് ഇപ്പോഴും ആ വാക്ക് തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ മാറിയിട്ടില്ല. ഇവിടെ ഓഹരി കച്ചവടം നടത്തുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. അദാനിയുടെ ചുമതലയാണ് 2ാം ഘട്ടവും ഫൈനൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരുടെ ചെലവിൽ പൂർത്തീകരിക്കേണ്ടത്. അവരെന്താ ചെയ്യുന്നത്? കൈനനയാതെ അവരുടെ ഓഹരി വിറ്റ് പണം സ്വരൂപിച്ച് അതിലും ലാഭം കണ്ടെത്തുകയാണ്. അപ്പോൾ അദാനി ചെയ്യേണ്ട ഉത്തരവാദിത്വം വേറൊരു രീതിയിലൂടെ പണം കണ്ടെത്തുക. ഞാൻ വേറൊന്നുകൂടെ പറയുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കൈമാറിയിരിക്കുന്ന ഏതാണ്ട് 300 ഏക്കറോളം ഭൂമിയുണ്ട്. ആ ഭൂമി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കാൻ വേണ്ടി കൂടി കരാറിൽ വ്യവസ്ഥയുണ്ട്. അപ്പം നമ്മൾ സംശയിക്കേണ്ടത് എന്താ? അദാനി ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പോർട്ട് നിർമ്മിക്കുകയും
അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഓഹരി വിറ്റുകൊണ്ട് അദ്ദേഹം മുടക്കേണ്ട പണത്തിന് പകരം വേറൊരു പണം സമാഹരിക്കുകയും ബാങ്ക് വഴിയുള്ള വായ്പകളടക്കം നേടുകയും ചെയ്യുന്നു എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺക്ലേവ് നടത്തി MSc ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ അന്നത്തെ LDF ഗവൺമെൻറ് നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. MScയുമായിട്ട് ഞങ്ങൾക്ക് കുത്തകയാണെന്ന് പറഞ്ഞിട്ട് അവരാരും ഇങ്ങോട്ട് വരേണ്ടെന്ന നിലപാട് LDF എടുത്തിട്ടില്ല. ശരി, ശ്രീ എം ജയചന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു നല്ല നീക്കം നേരത്തെ രോഹിത് നടത്തി. കാരണം ചർച്ച കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലേക്ക് പോകും, KC വേണുഗോപാൽ പറഞ്ഞതിലേക്ക് പോകും. അതിനെ തടയിട്ടുകൊണ്ട് വളരെ സമർത്ഥമായി തന്നെ രോഹിത് പറഞ്ഞു. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് നേരത്തെ KC വേണുഗോപാൽ പറഞ്ഞല്ലോ. KC വേണുഗോപാൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇത് അദാനിയുടെ ഈ ഇടപാടൊക്കെ നടത്തുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ചോദിക്കുകയാണ്, ഇവിടെ BJP ആണോ ഭരിക്കുന്നത്, VD സതീശന് നിർദ്ദേശം നൽകുന്നത് BJP ആണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നിപ്പം രോഹിത് പറഞ്ഞൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചല്ലോ, അതായത് ദേശാഭിമാനി അടക്കം കൊടുത്തല്ലോ 13,000 കോടിയുടെ നിക്ഷേപമെന്ന്. അങ്ങനെയാണ് നിക്ഷേപമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ ശ്രമം നടത്തിയ ഒരു സർക്കാർ, VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരേ സമയം പറ്റിച്ചത് കേരളത്തിലെ ജനതയാണ്, അവരുടെ പാർട്ടിയാണ്. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഈ കാര്യത്തെ, ശ്രീ എം ജയചന്ദ്രൻ? പറയുന്നത് മുഴുവനും വസ്തുതകളുമായി ബന്ധമില്ലാതെ അല്ലെങ്കിൽ വസ്തുതകളെ വക്രീകരിച്ചും വഴിതെറ്റിച്ചും വിവരങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമമാണ് നടത്തുന്നത്. എനിക്കിതിനകത്ത് രാഷ്ട്രീയമൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നിയമപരമായ കാര്യമാണ് പറയാനുള്ളത്. ഞാൻ നിയമപരമായ കാര്യം മാത്രമാണ് പറയുന്നത്. ഉത്തരവാദിത്തോടെയാണ് താങ്കൾ ഈ ചർച്ചയിൽ സംസാരിക്കുന്നതെങ്കിൽ ആ നിയമപരമായ കാര്യത്തിന് ഉത്തരവാദിത്തോടെ മറുപടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ആപ്സസ് അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞ ആപ്സസ് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. എവിടെ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും, 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ആപ്സസ്, അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പൊ അങ്ങനെ ഒരു കമ്പനി, ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി, അവരുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായി സെബിയുടെ അനുവാദം വാങ്ങിച്ചിരിക്കണം. അത് നിയമമാണ്. ആ നിയമമേ ഞാൻ പറയുന്നുള്ളൂ. പാലിച്ചോ അദാനി പോർട്സ്? ആ നിയമം പാലിച്ചോ? പാലിച്ചില്ല. അതാണ് പ്രശ്നം. ആ പ്രശ്നമാണ് ജൂൺ 30 പുറത്തു വന്നത്. ജൂൺ 30 സെബി പ്രഖ്യാപിച്ചിട്ടുള്ള നാട്ടിൽ നിലനിൽക്കുന്ന നിയമം. ഈ നിയമം നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് 2024 നവംബർ 11 മാസ്റ്റേഴ്സ് സർക്കുലർ ഫ്രം സെബി. ആ സർക്കുലറിൽ പറയുന്ന, ഈ മാസ്റ്റേഴ്സ് സർക്കുലറിൽ പറയുന്ന പ്രമാണം, നിയമപ്രമാണം പാലിക്കാതെയാണ് ഈ ലിസ്റ്റ് ചെയ്ത കമ്പനി അവരുടെ ഷെയർ ട്രാൻസ്ഫർ നടത്തിയതെന്നുള്ള ഏറ്റവും ഗുരുതരമായ നിയമലംഘനം. അത് ഗുരുതരമായ നിയമലംഘനമാണെന്നേ. നിങ്ങൾ എത്ര വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും ശരി, ആ ഗുരുതരമായ നിയമലംഘനം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തെഴുതിയത്, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ നിയമലംഘനം മനസ്സിലായതുകൊണ്ടാണ് ലോ ഗ്രാജുവേറ്റും കൂടിയായ പ്രാക്ടീസിംഗ് ലോയർ ആയിരുന്ന മുഖ്യമന്ത്രി ഇത് സമ്മതിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് സബ്മിഷന് മറുപടി നൽകിയിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അറിയാം. നിങ്ങൾ ചർച്ചയിൽ വന്നിരുന്ന ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയേ ഉള്ളൂ. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിയമപരമായ പ്രശ്നം മാത്രമാണ് ഇവിടെ മറുപടി പറയാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഈ നിയമപരമായ പ്രശ്നത്തിന് മറുപടി പറയാതെ എങ്ങോട്ട് ഒളിച്ചോടും? എവിടെ വരെ പോകും? ഇപ്പോ ഇതിന്റെ അകത്ത് ഒരുപാട്, ഇപ്പോ മുമ്പേ രോഹിത് പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതൃനിരയെ മൊത്തം അവഹേളിച്ചുകൊണ്ടും അവർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന നിലയിലും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ ഇടപാടിൽ അദാനി കമ്പനിയുടെ ഈ ഇടപാടിൽ കോൺഗ്രസ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട, UDF ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശതകോടികൾ ഒഴുകിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. നിങ്ങൾ അന്വേഷിച്ചോളൂ. ഒരുപക്ഷെ നിങ്ങൾ നേതൃനിരയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അതിവേഗം അറിയാൻ കഴിയും. എന്താണെന്ന് കോൺഗ്രസിൽ ആരും ശബ്ദിക്കുന്ന പോലും ഇല്ലല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. ഇങ്ങനെയൊരു കോൺഗ്രസിനെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? KC വേണുഗോപാൽ പരമാവധി ഇതൊക്കെ AICCയോട് ആലോചിച്ചിട്ട് ചെയ്യണം എന്ന് വരെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണല്ലോ. മറ്റൊരാളെ കൊണ്ട്, സ്വന്തം അനുയായി ബന്ധപ്പെട്ട ഒരാളിനെ കൊണ്ട് KPCC എക്സിക്യൂട്ടീവ് അടിയന്തരമായിട്ട് വിളിക്കണം എന്ന് പറയിപ്പിക്കുകയാണല്ലോ. അതിന്റെ അപ്പുറത്തേക്ക്
ഇതിൽ നിയമപരമായ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, അവർ ഷെയർ ട്രാൻസ്ഫർ നടത്തുമ്പോൾ സ്റ്റേറ്റിന്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ള നിയമം പാലിച്ചിട്ടില്ല എന്നത് നാളെ ഗുരുതരമായ നിയമപ്രശ്നമാവാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്നുള്ളതിന് ഗവൺമെന്റിനെ നയിക്കുന്നവർ മറുപടി പറയണം, പാർട്ടി മറുപടി പറയണം, മുന്നണിയിൽ ചർച്ച ചെയ്യണം എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ നിമിഷം വരെ തയ്യാറായിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോ വൈകുന്നേരത്തോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏകപക്ഷീയമായി നിലപാടെടുക്കാൻ കഴിയില്ല എന്നൊരു പ്രസ്താവന മുല്ലപ്പള്ളിയുടെ ഭാഗത്തുണ്ട്. ശ്രീ രോഹിത്തെ, ഈ ഒരു ചോദ്യം രോഹിത്, ഒരൊറ്റ ചോദ്യം രോഹിത്തെ, നൽകാത്ത ഗവൺമെന്റ് മുല്ലപ്പള്ളിക്ക് എന്ത് വിലയാണ് നൽകുക? അതെ അതെ അതാണ് അത് വരാം നമുക്ക്. അതായത് രോഹിത്തെ, വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അദാനിക്ക് തോന്നി ഈ കേരളത്തിൽ എന്ത് നടക്കും, സെബിയെ വരെ തെറ്റിദ്ധരിപ്പിക്കാം, ഈ 10,000 കോടിയുടെ കച്ചവടം നടത്താം. അദാനി നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കച്ചവടക്കാരനാണല്ലോ. ഒന്നുകിൽ അദാനി കരുതുന്നു ഇവിടെ എന്ത് നടക്കും, അങ്ങനെ ഒരു ഭരണമാണ്, പിടിപ്പുകെട്ടൊരു ഭരണമാണ്. അല്ലെങ്കിൽ അദാനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാൻ പിറകെ ഉണ്ട് എന്ന് പറയുന്ന രണ്ട് കാര്യം. ഇതല്ലാതെ മറ്റെന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? ശ്രീ സിജു, ഇവിടെ ഇപ്പോൾ ഈ ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഈ ദേശാഭിമാനിയാണ്, നിങ്ങൾക്കിത് കാണുമെന്ന് എനിക്കറിയത്തില്ല. MSE ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികൾ ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വാങ്ങുന്നു. അല്ല രോഹിത്തെ, ഞാൻ ഇടപെട്ട് സംസാരിക്കും. രോഹിത് ഒരു കാര്യം പറയട്ടെ, അതൊരു വാർത്തയാണ്. ഒരു വാർത്തയിൽ ഒരു ലേഖകൻ റിപ്പോർട്ട് ചെയ്തു. അവിടെ അതല്ലല്ലോ പ്രശ്നം, വാർത്തയല്ലല്ലോ പ്രശ്നം, വാർത്തയല്ലല്ലോ പ്രശ്നം ഇവിടെ. രോഹിത, വാർത്തയല്ലല്ലോ പ്രശ്നം. നിങ്ങൾ എന്തിനാണ് നിശ്ചയിക്കുന്നത്? നിങ്ങളോടുള്ള ചോദ്യം എന്താണ്? ഈ 10,000 കോടി അടിച്ചോണ്ട് പോകാൻ നിങ്ങൾ എന്തിനാണ് അനുമതി കൊടുത്തത്? നിങ്ങൾ എന്തിനാണ് മൗനാനുമതി നൽകിയത്? അതിൽ VD സതീശന്റെ റോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേശാഭിമാനിലെ വാർത്തയല്ല, അതൊരു ലേഖകൻ കൊടുത്ത വാർത്തയായിരിക്കാം. നിങ്ങൾക്ക് സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്. അതെ അതെ, ആ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ദേശാഭിമാനി പോലെയുള്ള പത്രം കൊടുത്തിരിക്കുന്നത് LDFന്റെ ദീർഘവീക്ഷണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. LDFന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് MSE കമ്പനി 49% ഷെയർ അദാനി പോർട്ടിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് ഞങ്ങളാരും പറഞ്ഞല്ലോ. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് അനുമതി ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും. അതിനാണ് ഇവിടെ ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചിരിക്കുന്നത്. M. ജയങ്കർ സാർ പറഞ്ഞ പോലെ നമുക്കറിയാം, VD സതീശൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടി വരികയും ചെയ്യും. മദ്യനികുതി വളരെ പെട്ടെന്ന് എടുക്കാനും ഇവിടെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാനും വളരെ സമയം എടുക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി, നമുക്കറിയാം. ഈ വിഷയം വരുമ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? പ്രശ്നം രോഹിത്, പ്രശ്നം എന്താണ്? ദേശാഭിമാനിലെ വാർത്തയല്ല, ദേശാഭിമാനിലെ വാർത്തയിൽ വന്നിട്ടുണ്ട്, നിക്ഷേപം വന്നു സമ്മതിച്ചു, പ്രശ്നമല്ല. അതൊരു ലേഖകൻ കൊടുത്ത റിപ്പോർട്ടർ കൊടുത്താണ്, അതല്ല വിഷയം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് അറിഞ്ഞില്ല, പിന്നെ എന്തിനാണ് അദ്ദേഹം സ്ഥാനത്തിരിക്കുന്നത്? നിയമസഭ അടക്കുന്നു പറയുകയാണ്, വലിയ ഗുരുതരമായ വിഷയം. അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ ഏർപ്പാട് ചെയ്യാൻ, എന്തിനാണ് കസേരയിരിക്കുന്നത്? ആ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്പനി ആ തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ സർക്കാരുമായി കൂടി ആലോചിച്ചിട്ടില്ല, സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ അത്തരം ഒരു ഇടപാട് നടത്താൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി നിയമസഭയിൽ പറഞ്ഞല്ലോ. ആ പറഞ്ഞു പോവുക മാത്രമല്ലല്ലോ ചെയ്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം, ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപേക്ഷയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമല്ലോ. എന്ത് നിലപാടാണ് ഈ വിഷയത്തിനകത്ത് ഈ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? നമുക്ക് കാണാലോ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്. അദാനി കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യത്തെ മൂവ് എന്താണ്? സെബിക്ക് കത്ത് കൊടുത്താണല്ലോ. അവിടെ എന്ത് നിലപാട് നിങ്ങൾ സർക്കാർ എടുത്തു? അവിടെ എന്ത് നിലപാടെടുത്തു? സിജു, ഒരു സർക്കാരിന് ഈ സർക്കാരിന് ആ വിഷയം അറിഞ്ഞതിന് ശേഷം എടുക്കാൻ പറ്റാവുന്ന എല്ലാ നടപടിയും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിലും നിയമതലത്തിലുമുള്ള പഠനവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയെ നിയോഗിച്ച് എങ്ങനെ മറുപടി കൊടുക്കണം, ഏത് തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്.
ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യല്ലോ. അദാനി ഗ്രൂപ്പിന് അല്ലെങ്കിൽ 49% വരുന്ന ഷെയർ വിൽപ്പന നടത്തുവാൻ ഈ സർക്കാർ കൂട്ടു നിൽക്കുമല്ലോ എന്നൊക്കെ നമുക്ക് കാണാലോ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത്. ഒരു കാര്യം കൃത്യമാണ്, ഏതായാലും ഞാൻ തുടങ്ങിയതിൽ തന്നെ നിൽക്കുകയാണ്. 47 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്നൊരു ഡീലല്ല ഇത്. MSC കമ്പനി അദാനിയും തമ്മിൽ നടത്തിയ ഡീല് LDF-ന്റെ സർക്കാരിനും കൂടി അറിവുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കും അറിയാം. അതെല്ലാവർക്കും അറിയാം. വളരെ എളുപ്പമല്ലേ കാര്യങ്ങൾ LDF ചെയ്തല്ലേ? ഞങ്ങൾ താണ്ട് ഈ കരാറ് തന്നെ റദ്ദാക്കി വെക്കുകയാണ്. കൺസൈനറായി ഈ പരിപാടി ഞങ്ങൾ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞൂടെ? അല്ല സിജു LDF അല്ലല്ലോ കരാറുണ്ടാക്കുന്നത്. 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുന്നത് MSC കമ്പനി അദാനിയല്ലേ? അത് ഈ 47 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കരാറല്ലല്ലോ. LDF സർക്കാർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരുന്നു, അതിന് ഒത്താശ ചെയ്ത് കൊടുത്തു. അദാനിക്കും പിണറായി വിജയൻ തമ്മിൽ ഡീൽ അതായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. കുഴിയിൽ ചാടുകയാണ്. നേരത്തെ ജയചന്ദ്രൻ ചോദിച്ച ചോദ്യമുണ്ട്. നിയമസഭയിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എങ്ങനെ സംഭവം ഉണ്ടായി. അവിടെ VD സതീശൻ ഒരു വാക്ക് LDF സർക്കാരിനെതിരെ പറഞ്ഞോ? ആ 47 ദിവസം മുമ്പ് ഇരുന്ന സർക്കാരിനെതിരെ പറഞ്ഞോ VD സതീശൻ? ഇല്ലല്ലോ. നിങ്ങൾ എന്തായി വ്യാഖ്യാനിക്കുന്നത്? ഷെയർ വിൽക്കാൻ പറ്റുമെന്ന് പറയാം. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയാനല്ല, ഒറ്റ കാര്യം പറയാം. സെബിയാണ് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് വരേണ്ടത്. സെബിയുടെ അനുമതിയാണ് വരേണ്ടത്. സെബിയുടെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഇന്ത്യയിൽ അതിന്റെ ഓഹരി കൈമാറാൻ കഴിയുക? ആ നിയമവിരുദ്ധതയ്ക്ക് എന്താണ് താങ്കളുടെ മറുപടി? ഇതാണ് ഞാൻ രോഹിതിനോട് ചോദിക്കുന്നത്. അത്തരം നിയമവിരുദ്ധമായ നടപടി കേരളത്തിന്റെ ഭൂമിയിൽ ആണ് ഈ അദാനി കമ്പനി നടത്തിയത്. അവിടെയാണല്ലോ അവർ ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ സെബിയുടെ അനുമതി ഇല്ലാതെ നിയമവിരുദ്ധമായ നടപടി നടത്തിയിട്ട് നിങ്ങൾ അതിന്റെ പുറത്താണ് എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പൊ ചെയ്യാൻ പോകുന്നതാണ് എംപവേർഡ് കമ്മിറ്റി. ഒന്നുമില്ല, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം സിജു, ഒറ്റ 2-3 സെക്കൻഡോട് നിർത്തിയേക്കാം. അത് അടുത്ത ബുധനാഴ്ച വരാൻ പോകുന്ന തീരുമാനം, ക്യാബിനറ്റ് തീരുമാനം എന്തായിരിക്കും എന്ന് അറിയാമോ? ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് അദാനി കമ്പനിയോട് നിർദ്ദേശിക്കാൻ തീരുമാനിച്ചു. ഇത്രേ ഉള്ളൂ. ഈ തീരുമാനമാണ് അടുത്ത ക്യാബിനറ്റിൽ വരാൻ പോകുന്നത്. നോക്കിക്കോളൂ. പ്രശാന്ത് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. പ്രശാന്ത് പറയാം. എന്തോ രോഹിതിന് എന്തോ മറുപടി കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. അല്ല 2-3 കാര്യങ്ങൾ വ്യക്തത വരുത്തണം. ഇപ്പം നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടത്തോടുകൂടി 2028 അത് പൂർത്തീകരിക്കും. 5 മില്യൺ TU കപ്പാസിറ്റിയിലേക്ക് ഈ തുറമുഖത്തിൻ്റെ ശേഷി മാറുകയാണ്. അതിൻ്റെ ഭാഗമായി നിക്ഷേപം നടത്താമെന്ന് നേരത്തെ കോൺക്ലേവിൽ പങ്കെടുത്ത MSCയുടെ പ്രതിനിധി ശ്രീ ദീപക് തിവാരി അറിയിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം ദേശാഭിമാനിയിൽ വന്ന വാർത്ത പറഞ്ഞില്ല. അദ്ദേഹം മനോരമയും മാതൃഭൂമിയും മറ്റു പത്രങ്ങളൊന്നും കണ്ടില്ലേ? മലയാള മനോരമ വിഴിഞ്ഞത്ത് ഇനി വേൾഡ് ക്ലാസ് എന്ന നിലയ്ക്കാണ് ഹെഡ്ലൈൻ കൊടുത്തത്. മാതൃഭൂമി വിഴിഞ്ഞം വിസ്മയം എന്ന പേരിലാണ് വാർത്ത കൊടുത്തത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ടല്ലോ ഇതിനകത്ത്. നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ അദാനി കമ്പനിക്ക് വേണമെങ്കിൽ 25% ഓഹരി വിൽക്കാം. നേരത്തെ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ. അതിന് മുകളിൽ ഓഹരി വിൽക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി വേണം. ഇവിടെ ഈ അനുവാദം വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു പോയിൻ്റാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്. അദ്ദേഹം അപ്പോൾ പറഞ്ഞ മറുപടി എന്താ? ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനാണ് വ്യക്തത വേണ്ടത്. അദ്ദേഹം ഗവൺമെൻറ് അറിയാതെയാണ് ഈ ഓഹരി കച്ചവടം നടന്നതെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സെബിയെ ഇത്തരമൊരു ഓഹരി കൈമാറ്റത്തിന് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി അറിയിക്കുന്നില്ല? ഒന്നാമത്തെ ചോദ്യം. 2, ഇത്തരമൊരു ഓഹരി കൈമാറ്റം വേണമെന്ന് അദാനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 1ാം കക്ഷിയായിട്ടുള്ള ഗവൺമെൻറ്റുമായി ചേർന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കേരളത്തിന് ഗുണകരമായ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ MSCയുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് കൂടുതൽ വന്നത് എന്തുകൊണ്ടാണ്? അദാനിക്ക് MSCയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് മാത്രമായി വിഴിഞ്ഞം തുറമുഖം മാറിയാൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായിട്ടുള്ള വരുമാനം ഇല്ലാതാകാൻ ഉള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതും കൂടി കണ്ടുകൊണ്ട് വേണം ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട്
കേരളത്തിലെ ഗവൺമെൻറ് ഇത് കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യം. LDF ആണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അങ്ങേക്ക് ധൈര്യമായിട്ട് ഇത് അവസാനിപ്പിക്കാമല്ലോ, UDF ഗവൺമെൻറ് അവസാനിപ്പിക്കാമല്ലോ, അത്തരം ഒരു ഓഹരി കൈമാറ്റത്തിൻ്റെ ഒരു കാര്യവുമില്ല എന്ന് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന. രോഹിത്, സമയപരിമിതി കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ മറുപടി നൽകാം. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് കരാർ തെറ്റാണ് VD സതീശൻ മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായി തന്നെ ഇത് ഞങ്ങൾ ഈ കരാർ റദ്ദാക്കാൻ പോവുകയാണ്, അത് ശരിയല്ല, ആ നിലപാടെടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമാണിത്. ഒരു വരി മിണ്ടുന്നില്ലല്ലോ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അല്ല, അങ്ങനെയല്ലല്ലോ ഇത്തരത്തിലൊരു വൻകിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയത്തെ സമീപിക്കേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അറിയാതെ MSCയും അദാനിയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഓഹരി കൈമാറ്റം അത് സംസ്ഥാന ഗവൺമെൻറ്റിന് അറിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം, അനുമതി വേണം. അത് മറികടന്നിട്ടാണ് അവർ പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി വെച്ചുകൊണ്ട് എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി നിയമവിദഗ്ധരുമായിട്ടും അതുപോലെ തന്നെ പോർട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലുള്ള വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് ഞങ്ങൾ സർക്കാർ ഒരു നിലപാട് കൃത്യമായി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് ഇത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്, അദാനിക്ക് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള BJP സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വലിയ കച്ചവടം നടത്താമെന്ന് അദാനി കരുതേണ്ട, അദ്ദേഹം ഒരു സൂപ്പർ ഗവൺമെൻറ് ആവാൻ ശ്രമിക്കേണ്ട എന്ന കൃത്യമായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദാനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട താല്പര്യമുണ്ടെങ്കിൽ അതിന് വഴിവെച്ചു കൊടുക്കുന്ന സർക്കാരല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് നിയമവിരുദ്ധമായിട്ടാണ് നടത്തിയിരിക്കുന്നത്, ഞങ്ങൾ പഠിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തുടങ്ങിയ അതേ വാദം തന്നെയാണ് രോഹിത് അവസാനിപ്പിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എംപവേർഡ് കമ്മിറ്റി വരും, അപ്പോൾ തീരുമാനമെടുക്കും, പഠിക്കും. പ്രശാന്ത്, ഈ ചർച്ച എന്താണ് ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ വകയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ചയോടെ അവസാനിപ്പിക്കാം. അല്ല, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഈ ഡീല് അനുവദിക്കാതിരിക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിഴിഞ്ഞം കേരളത്തിന് ഒരുപാട് നിക്ഷേപ സാധ്യതകൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മാത്രമല്ല, നേരത്തെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നൊരു ചൈനീസ് കമ്പനി വന്നു എന്ന പേരിലാണ് അന്ന് ആ കരാറിന് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം നിഷേധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ കൈമാറ്റം നടക്കുമ്പോൾ, കേരള ഗവൺമെൻറ് അറിയാതെ നടക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണ്ടേ, വിദേശ നിക്ഷേപത്തിൻ്റെ നിബന്ധനകൾ പാലിക്കണ്ടേ, അതുപോലെ തന്നെ മറ്റ് നിരവധി ആഭ്യന്തര ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുടെ അനുവാദം വരണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച് വളരെ കൃത്യമായി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വരണം. ഇത് കേരളത്തെ വിൽക്കാനുള്ള BD ഡീലാണ് നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി ഇത്തരം പരിശ്രമങ്ങളെ ചേർത്ത് തോൽപ്പിക്കാൻ വേണ്ടി അത് തന്നെയാണ് ഒരുപക്ഷെ കേരളം ആവശ്യപ്പെടുന്നത്. CPM അല്ല, LDF അല്ല, കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കേരളത്തിൻ്റെ പൊതു സ്വത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 47 ദിവസം കൊണ്ട് കാട്ടിക്കൂട്ടിയത് കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ജാഗ്രതയോടുകൂടി പ്രതിപക്ഷമടക്കം ജനങ്ങളടക്കം ഇടപെടുകയും ചെയ്യുന്നത്. 47 ദിവസം കൊണ്ട് ഇത്ര കാട്ടിക്കൂട്ടാമെങ്കിൽ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടാനുണ്ടാകുമെന്നാണ് ജനങ്ങൾ സംശയത്തോടു കൂടി നോക്കുക. ഏതായാലും ചർച്ചകൾ ഇവിടെ തീരുന്നില്ല, വിവാദങ്ങൾ തീരുകയും ചെയ്യില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശൻ ഇരിക്കുന്ന ആ സമയത്തോളം കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീലുകൾ ഇനി പുറത്തു വരിക തന്നെ ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ VK പ്രശാന്ത്, രോഹിത്, അതോടൊപ്പം തന്നെ M ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വിഷൻ ഇവിടെ പൂർത്തിയാവുക.